ഒരു കൈയിൽ പ്രപഞ്ചത്തെ വിറപ്പിക്കുന്ന സുദർശന ചക്രം, മറുകൈയിൽ ലോകത്തെ മുഴുവൻ മയക്കുന്ന വെറുമൊരു മുളന്തണ്ട്. ഭഗവാൻ കൃഷ്ണൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹത്തിന്റെ ആയുധങ്ങളല്ല, മറിച്ച് തന്റെ അധരങ്ങളോട് ചേർത്ത് വെച്ച ആ ഓടക്കുഴലാണ്. എന്തുകൊണ്ടാണ് ലോകനാഥൻ സ്വർണമോ രത്നമോ കൊണ്ട് നിർമ്മിച്ച വാദ്യങ്ങൾ ഉപേക്ഷിച്ച് കാട്ടിലെ ഒരു സാധാരണ മുളന്തണ്ടിനെ പ്രണയിച്ചത്? അവിടെയാണ് നാദബ്രഹ്മം എന്ന പ്രപഞ്ച രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. പുരാണങ്ങൾ പറയുന്നത് കൃഷ്ണന്റെ പക്കൽ 3 തരം ഓടക്കുഴലുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. വേണു, ഏകദേശം 6 ഇഞ്ച് മാത്രം നീളമുള്ള പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ചെറിയ കുഴൽ. വംശി, ഏകദേശം 9 ഇഞ്ച് നീളമുള്ള ഇടത്തരം കുഴൽ. മുരളി, ആരെയും മോഹിപ്പിക്കുന്ന ഏകദേശം 18 ഇഞ്ച് നീളമുള്ള വലിയ ഓടക്കുഴൽ. ഈ മുരളിയിൽ നിന്നാണ് പ്രപഞ്ചത്തെ ഉണർത്തുന്ന നാദം ഒഴുകുന്നത്. ഈ മുളന്തണ്ട് ഒരു ഓടക്കുഴലായി മാറാൻ വലിയൊരു ത്യാഗം ചെയ്തിട്ടുണ്ട്. ഒരു കഷ്ണം മുളയെ ഓടക്കുഴലാക്കാൻ അതിന്റെ ഉള്ളിലെ സത്തയെല്ലാം തുരന്നു കളഞ്ഞ് അത് പൂർണ്ണമായും ശൂന്യമായി മാറണം. സ്വന്തമായി ഒരു സ്വരം പോലും ഇല്ലാത്ത അവസ്ഥ. ഇവിടെയാണ് കൃഷ്ണൻ നമുക്ക് നൽകുന്ന വലിയ പാഠം. നീ ഒന്നുമല്ലാതാകുമ്പോൾ നീ എന്റേതാകുന്നു. ഉള്ളിലെ അഹങ്കാരവും ഞാൻ എന്ന ഭാവവും ശൂന്യമാക്കി ഒരു മുളന്തണ്ടിനെ പോലെ സ്വയം സമർപ്പിക്കുന്നവരിലൂടെ മാത്രമേ ദൈവത്തിന് സംഗീതം പൊഴിക്കാനാകൂ. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ അത് വെറുമൊരു സംഗീതമായിരുന്നില്ല, അത് പ്രപഞ്ചത്തിന്റെ താളമായിരുന്നു. യമുനയുടെ ഒഴുക്ക് സ്തംഭിക്കുകയും അവൾ പിന്നോട്ട് ഒഴുകുകയും ചെയ്യുമായിരുന്നു. കഠിനമായ കല്ലുകൾ പോലും ആ സംഗീതത്തിൽ ഉരുകുമായിരുന്നു. വനത്തിലെ മൃഗങ്ങൾ പരസ്പരം ശത്രുത മറന്ന് ആ നാദത്തിൽ ലയിച്ചു നിൽക്കും. ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിന്റെ മൂലമന്ത്രമായ ഓംകാരത്തിന്റെ പ്രതിധ്വനിയായിരുന്നു. ഓരോ ആത്മാവും അതിന്റെ ഉറവിടത്തെ തിരയുന്ന ആ വിളിയെയാണ് വേണുഗാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇതിലൊരു സങ്കടകരമായ വസ്തുതയുണ്ട്. വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് പോയ ശേഷം കൃഷ്ണൻ പിന്നീട് ഒരിക്കലും ഓടക്കുഴൽ വായിച്ചിട്ടില്ല. തന്റെ ബാല്യവും പ്രണയവും നിഷ്കളങ്കതയും ആ മുളന്തണ്ടിനോടൊപ്പം അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ധർമ്മത്തിന്റെ യുദ്ധങ്ങളിലേക്കും രാജനീതിയിലേക്കും ചുവടുവെച്ചു. എങ്കിലും ഇന്നും ആ നാദം നമ്മുടെ ഉള്ളിലുണ്ട്. നിശബ്ദമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമെടുപ്പിൽ ആ ഓടക്കുഴൽ നാദം കേൾക്കാം. നിങ്ങളും ഒരു ഓടക്കുഴലാകാൻ തയ്യാറാണോ? നിങ്ങളുടെ അഹങ്കാരം വെടിഞ്ഞ് ശൂന്യമാകാൻ തയ്യാറാണെങ്കിൽ കൃഷ്ണന്റെ സംഗീതം നിങ്ങളിലൂടെയും ഒഴുകും. ഇതാണ് ഓടക്കുഴൽ, ഇതാണ് കൃഷ്ണൻ.